അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്ന ആ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ ലളിതാംബിക അന്തർജനത്തിൻ്റെ വിശ്വരൂപത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്നു മുതൽ പഠിക്കാൻ പോകുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ സെക്രട്ടറി ആയിരുന്ന സുധീർ മിസസ് തലത്തിനെ കാണാനായെത്തുന്നു. അവരുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. അവരുടെ പുറകാല ജീവിതത്തിലേക്ക് സുധീർ ചിന്തയിലൂടെയും സുധീറിനോട് അവർ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. താൻ തൻ്റെ മക്കളെ വേണ്ടുന്ന വണ്ണം പരിചരിച്ചില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് ഈ വാർദ്ധക്യത്തിൽ തനിക്ക് ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്നതെന്നും അവർ തിരിച്ചറിയാൻ സുധീറിനോട് പറയുകയും ചെയ്യുന്നു. എങ്കിലും മറ്റുള്ളവർക്കൊരു ബാധ്യതയാകണ്ട എന്നുള്ളത് കൊണ്ട് താൻ ഇവിടെ പറ്റി കഴിയുകയാണ്. ഇന്നിപ്പോൾ താൻ പഴയ മിസസ് തലത്തല്ല. ഭർത്താവിനോടൊപ്പം ആ പദവിയും താൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ശരിക്കും അമ്മയാണ്. താഴത്തെ കുഞ്ഞുകുട്ടിയമ്മ ഈ നാട്ടുകാർക്ക് എന്നെ ആ തരത്തിൽ മാത്രമേ, ആ പേരിൽ മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞാലേ അവർക്കും അറിയാം. ഇതുവരെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഇത് കേട്ടപ്പോൾ സുധീറിൻ്റെ കണ്ണു നിറഞ്ഞു. അയാൾ അവരുടെ പാദത്തിൽ നമസ്കരിച്ചു. അതെ, അമ്മ. അവിടുത്തെ കണ്ടില്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം നഷ്ടപ്പെടുമായി. എൻ്റെ ജീവിതത്തിൽ നേരിട്ട് എനിക്ക് അനുഭവിക്കാമായിരുന്ന, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ഭാഗ്യം, അമ്മയെ കാണാനും അമ്മയിൽ നിന്ന് സംസാരിക്കാനും അമ്മയുടെ സ്നേഹവാത്സല്യം നുകരാനുമൊക്കെ എനിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യം അമ്മയെ കണ്ടില്ലെങ്കിൽ നഷ്ടപ്പെടുമായിരുന്നു. ഇനിയും വരാം. ഇപ്പോൾ ഞാൻ അമ്മയെ എൻ്റെ സ്വന്തം അമ്മ എന്ന നിലയിൽ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീട് എൻ്റെ സ്വന്തം വീടായി കാണും. എൻ്റെ വീടാണ്. അവിടെ നിന്ന് അമ്മയാണ്. ഇപ്പോൾ എനിക്ക് പോകണം. അതുകൊണ്ട് പോകാൻ വിട തരും, അനുമതി തരും. മിസസ് തലത്ത് അയാളുടെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അതറിയാം, തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് തന്നെയാണ് മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിക്കുക എന്ന് പറയുന്നത്. നിനക്ക് നന്മ വരട്ടെ സുധീർ. ഇപ്പോൾ നിനക്ക് നന്മ വരട്ടെ സുധീർ, മിസ്റ്റർ തലത്ത് പറയുമായിരുന്നു. തൻ്റെ പിൻഗാമിയെ വരുന്ന ആളാണ് ഈ പയ്യനും. ഇത് സഫലമാകും. ഇപ്പം എനിക്ക് ശേഷം എൻ്റെ പദവിയിൽ എത്തിച്ചേരുന്ന ആളാണ്, എൻ്റെ സ്ഥാനം വഹിക്കാൻ കഴിയുന്ന ആളാണ് സുധീർ എന്ന് ഡോക്ടർ തലത്ത് മുമ്പ് പറയുമായിരുന്നു. എന്തായാലും ആ ഭാഗ്യം നിനക്കുണ്ടാകട്ടെ. ആ ഉന്നതമായ ഭർത്താവ് വഹിച്ചിരുന്ന സ്ഥാനമാനങ്ങളിലേക്ക് എത്തപ്പെടാൻ നിനക്കും കഴിയട്ടെ. അവരൊന്ന് നിർത്തി, ഇടയ്ക്ക് സംഭാഷണം ഒന്ന് നിർത്തി, പിന്നെ തുടർന്നു. പക്ഷെ ഒന്ന് ഓർക്കണം, നിങ്ങൾ വരാൻ പോകുന്ന ഭാര്യയോട് പറയൂ അവിവാഹിതനാണ് സുധീർ എന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കല്യാണം കഴിച്ചെന്ന് വരുമല്ലോ. അങ്ങനെ വിവാഹിതനാകുമ്പോൾ നിങ്ങളുടെ ആ വരാൻ പോകുന്ന ഭാര്യയോട് പറയണം, കുട്ടികളെ ബോർഡിങ്ങുകളിൽ അയക്കരുത്, അവർക്ക് ആയയെ വയ്ക്കരുത്, അമ്മ തന്നെ വളർത്തണം, ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം. എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുന്നു. അപ്പോൾ എല്ലാ അമ്മമാർക്കും തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ നാളെ യൗവനവും പിന്നെ ജീവിതത്തിൻ്റെ ഇത്തരം പന്താവിലേക്ക് കടക്കുമ്പോൾ തങ്ങൾ തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ തങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട
ഇവിടെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ട ചില മൂല്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ലളിതാംബിക അന്തർജനം എടുത്തുക. ഒരിക്കലും പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാകില്ല. അപ്പം അതിവിടെ സൂചിപ്പിക്കുകയാണ്, കുട്ടികളെ പ്രസവിച്ചാൽ അവരെ മുലയൂട്ടണം. അതുപോലെ തന്നെ സ്വന്തം ഭവനത്തിൽ തന്നെ നിർത്തി കുട്ടികളെ വളർത്തണം, ബോർഡിങ്ങുകളിലാക്കരുത്. അവരെ പരിചരിക്കാൻ ആയമാരെ വയ്ക്കരുത്, ജോലിക്കാരെ വെച്ചല്ല പരിചരിക്കേണ്ടത്. അവരെ കുളിപ്പിക്കേണ്ടത്, അവരെ തൊട്ടിലിൽ കിടത്തി പാടി ഉറക്കേണ്ടത്. അതുപോലെ നിശ്ചിത പ്രായം വരെ തങ്ങളോടൊപ്പം കിടത്തി തങ്ങളുടെ സ്വന്തം ശരീരത്തിലെ ആ ചൂട് പകർന്നു കൊടുക്കേണ്ട ബാധ്യത അമ്മയിൽ നിക്ഷിപ്തമാണ്, അമ്മയ്ക്കുള്ളതാണ്, അത് കടമയാണ്. അമ്മ തന്നെ വളർത്തണം. എത്രത്തോളം വാത്സല്യം അങ്ങോട്ട് കൊടുക്കുന്നുവോ അതുപോലെ തന്നെ അവർ മറ്റെന്തെങ്കിലും തെറ്റായ പാതയിലൂടെ ചരിക്കാതിരിക്കാൻ ആവശ്യമായ സമയത്തെല്ലാം അവരെ ശാസിക്കണം. ചെറു ശിക്ഷകൾ കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കണം. ലാളിക്കേണ്ട അടുത്ത് ലാളിക്കണം. ഏറ്റവും വലിയ കൂട്ടുകാരി അമ്മയാണ്. ആദ്യ ഗുരുവും ആദ്യ പാഠപുസ്തകവും ശരിക്കും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ബന്ധങ്ങൾ അമ്മയും മക്കളും തമ്മിൽ പുലർത്തണം. എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുന്നു. അപ്പോൾ നാളെ ഇതിൻ്റെ ഭാര്യയായി വരുന്ന അവരെ ഇത് പഠിപ്പിക്കും. എന്നാൽ അവർക്ക് സുഖമായിരിക്കും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടൽ, ഈ നിരാശാബോധം, ഈ ആത്മസംഘർഷം, ബാല്യത്തിലെ ഈ നൊമ്പരം ഒഴിവാക്കപ്പെടും. ഈ വാർദ്ധക്യത്തിലെ ഈ നൊമ്പരം ഒഴിവാക്കപ്പെടും. സുധീർ ഇപ്പോഴാണ് വാസ്തവത്തിൽ ഞെട്ടിയത്. അയാൾ തുറച്ചു നോക്കി, അവർ തുടർന്നു. ശരിക്കും അവരിൽ വന്ന പരിവർത്തനം വാക്കുകളിലൂടെ സുധീർ തിരിച്ചറിയുക. ആ മാതൃത്വത്തിന്റെ വിശ്വരൂപം അവരിൽ അതാ പ്രകടമായി തുടങ്ങിയിരിക്കും. അതാണിപ്പോൾ വാക്കുകളിലൂടെ പുറത്തു വന്നത്. ഒരു സ്ത്രീയിൽ ആ ജന്മസിദ്ധമായി അവരിൽ കുടികൊള്ളുന്ന ആ മാതൃത്വത്തിലേക്ക് അവർ തിരിച്ചു പോയിരിക്കുകയാണ്, തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് സുധീർ ശരിക്കും അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അവരെ തുറച്ചു നോക്കി. അയാൾ ഞെട്ടിയത് തോന്നി. ഒന്നുമില്ലെങ്കിൽ എല്ലാറ്റിനുപരിയായി നല്ല കുറേ ഓർമ്മകളെങ്കിലും നമ്മോടുകൂടി ഉണ്ടാവുമല്ലോ. അപ്പം അവർ തുടരുകയാണ്. ഒന്നുമില്ലെങ്കിൽ എല്ലാറ്റിനുപരിയായി ഇതിനൊക്കെ മേലെ നല്ല കുറേ ഓർമ്മകളെങ്കിലും നമ്മോട് കൂടി ഉണ്ടാകുമല്ലോ. അങ്ങനെ കുട്ടികളെ പരിചരിക്കുകയും സൂക്ഷിക്കുകയും കാര്യമൊക്കെ ചെയ്താൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ആ ചെയ്ത ഓർമ്മകളെങ്കിലും നല്ല കുറേ ഓർമ്മകളെങ്കിലും നമ്മളോടൊപ്പം ഉണ്ടാകുമല്ലോ. ഓർമ്മകൾ ഇങ്ങനെയാണല്ലോ, വാർദ്ധക്യത്തിലെത്തുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ആ നല്ല ഓർമ്മകൾ അത് പലപ്പോഴും മനസ്സിന് ഒരാശ്വാസമായി കൂടെ ഉണ്ടായെന്ന് വരാം. ചില സന്ദർഭങ്ങളിൽ അത്തരം ഓർമ്മകൾ അയവിറക്കുമ്പോൾ മനസ്സിൻ്റെ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞെന്ന് വരാം. ഓർമ്മകൾ അതുമാത്രമേ വാർദ്ധക്യത്തിന് അവകാശപ്പെട്ടതായുള്ളൂ. മടങ്ങി വരുമ്പോൾ ഞാൻ ഉണ്ടായി എന്ന് വരില്ല. സുധീർ ഇനി മടങ്ങി വരുമ്പോൾ ഒരു പക്ഷെ ഞാൻ ഉണ്ടായെന്ന് വരില്ല. പക്ഷെ എനിക്ക് നിന്റെ മനസ്സിലെങ്കിലും ജീവിക്കണം. കാരണം ഞാൻ മരിച്ചു പോയാലും ഇപ്പോഴത്തെ ഈ നമ്മുടെ കൂടിക്കാണൽ, ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ തമ്മിൽ പങ്കുവച്ച ഈ സൗഹൃദം നിന്റെ മനസ്സിൽ എന്നെന്നും ഉണ്ടാകണം. സുധീർ പടിയിറങ്ങിയിട്ടും തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ നിൽക്കുന്ന ആ വൃദ്ധ അവരെ താനെന്ന് യഥാർത്ഥമായി കണ്ടിരിക്കുന്നു.
മാഡം തലത്തല്ല. ഒരു ലേഡിയല്ല, സാമൂഹ്യ പ്രവർത്തകയല്ല. അതിൽ നിന്നൊക്കെ അവർക്ക് ഇതാ പരിണാമം സംഭവിച്ചിരിക്കുന്നു. ഇന്നവർ അമ്മ, വെറും അമ്മ. എന്തൊരു ഉയർച്ചയായിരുന്നു അത്. നേരത്തെ പറഞ്ഞ മാടൻ തലത്തിൽ നിന്ന് ലേഡിയിൽ നിന്ന്, സാമൂഹ്യ പ്രവർത്തകയിൽ നിന്ന് അമ്മ എന്ന ഏറ്റവും ഉന്നതമായ ആ സ്ഥാനത്തേക്ക്, ആ മാതൃത്വത്തിൻ്റെ വിശ്വരൂപത്തിലേക്ക്, ആ യഥാർത്ഥ താഴത്ത് കുഞ്ഞുകുട്ടി അമ്മയായി അവർ മാറിയിരിക്കുന്നു. എന്തൊരു അഭിമാനമായിരുന്നു അമ്മേ, ഭവതി ഭാഗ്യവതി. അവസാനമായെങ്കിലും സ്ത്രീയുടെ ഈ വിശ്വരൂപം, അത് ആ മാതൃത്വത്തിൻ്റെ വിശ്വരൂപം, അത് കാണാൻ ഇനി കഴിഞ്ഞല്ലോ. ആ സാന്നിധ്യം, ഈശ്വര സാന്നിധ്യം പോലെ അമ്മയെ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. ഇവിടെ കഥ അവസാനിക്കുകയാണ്, പാഠഭാഗത്തിൻ്റെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളെ നമ്മൾ തുടക്കം മുതൽ ഇതുവരെ പഠിച്ച ഇതൊരു കഥയാണ്, ഉള്ള പ്രയാസമുള്ള അല്ലെന്ന് നമുക്കറിയാം. അവിടെ ലളിതാംബിക അന്തർജനം നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് ആ മിസ്സസ് തലത്തിൻ്റെ ജീവിതത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പകർന്നു തന്നത് എന്നതാണ് നമ്മൾ ഈ പാഠം പഠിച്ചു തരുമ്പോൾ ഓർക്കേണ്ടത്. അത് മനസ്സിലാക്കിയാൽ പാഠത്തിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന അർത്ഥമാണ്. അപ്പോൾ ഈ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ സാധ്യമാണ്. അപ്പോൾ ഈ പാഠം അവസാനിച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ. സ്ത്രീത്വത്തിൻ്റെ വിശ്വരൂപം, അതായത് മാതൃത്വത്തിൻ്റെ വിശ്വരൂപം, അത് ആണ് നമ്മൾ ഈ കഥയിൽ കണ്ടത്. അപ്പോൾ ചോദ്യമോ തന്നെയാണ്, അത് തന്നെയാണ് ഈ കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് ചെറു ചോദ്യങ്ങൾ, നമുക്ക് പാഠസന്ദർഭവും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിലും, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കിയാൽ, ആ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ അത് പിന്നെ മറ്റു ചോദ്യങ്ങളെല്ലാം എഴുതുന്നതിന് ബുദ്ധിമുട്ടുണ്ടായില്ല. നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കഥാഭാഗം ഞാൻ നേരത്തെ ചുരുക്കി പറഞ്ഞു. പഠിപ്പിച്ച സമയത്ത് ഓരോ ഭാഗവും അത് അത്യാവശ്യം വിശദമാക്കി തന്നെ പറയുകയും ചെയ്തു. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ, കഥ ഇനി മുഴുവൻ വീണ്ടും പറയേണ്ട കാര്യമില്ല, അതുകൊണ്ട് പറയുന്നുമില്ല. ഇപ്പോൾ മിസ്സസ് തലത്തിൻ്റെ ആദ്യകാല ജീവിതം, ഇവിടെ നമ്മൾ അവരുടെ എവിടെയാണ് കഥ നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച സ്ത്രീ ആയിരുന്നു. അത്ര വലിയ സാമ്പത്തിക ഭദ്രമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഇന്ന് താമസിക്കുന്ന വീട് മോശമെന്ന് പറഞ്ഞപ്പോൾ അവരത് ചൂണ്ടിക്കാട്ടി. ഞാൻ ഇതിനേക്കാൾ മോശമായ വീട്ടിലായിരുന്നു, എൻ്റെ അച്ഛനമ്മമാർ പാവപ്പെട്ടവരാണ്. ഡോക്ടർ തലത്തിൻ്റെ ഭാര്യ പദത്തിൽ എത്തിയതിന് ശേഷമാണ് ഈ മറ്റു ഉയർന്ന സൗഭാഗ്യങ്ങളൊക്കെ എനിക്ക് ലഭ്യമായത് എന്ന് സൂചിപ്പിക്കപ്പെടുന്നു. അപ്പോൾ സാധാരണ നിലയിൽ. എന്നാൽ വിവാഹാനന്തരമുള്ള അവിടെ ആ ജീവിതം, പിന്നെ സ്ഥാനീയനായ ഒരു വ്യക്തിയുടെ ഭാര്യാപഥത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റം, ഇവിടെ പെരുമാറ്റം, സംഭാഷണചാരിതി, സൽക്കാരങ്ങൾ, മറ്റെല്ലാം അത്തരം പെരുമാറ്റങ്ങൾ. എന്നാൽ ഒരു അമ്മയെന്ന നിലയിൽ അവളുണ്ടായിരുന്ന കുറവ്, കുട്ടികളെ പരിചരിക്കുന്ന കാര്യത്തിൽ, തന്നോടൊപ്പം വളർത്തുന്ന കാര്യത്തിൽ, കുട്ടികളെ ബോർഡിങ്ങുകളിലാക്കി, പിന്നെ ഹോസ്റ്റലിലാക്കി, വളർന്ന് വിവാഹിതരായപ്പോൾ അവർ അവരുടേതായ ലോകത്തേക്ക് പോകുന്നതിന് കാരണമായി. പിന്നെ ഡോക്ടർ തലത്തിന് വേണ്ടി മാത്രം രൂപപ്പെടുത്തിയ ആ വ്യക്തിത്വം, അതിനുശേഷം ഡോക്ടർ തലത്തിൻ്റെ മരണശേഷം ഉണ്ടായ അവരുടെ ജീവിതത്തിലാണ്. ഡോക്ടർ തലത്ത് മരണപ്പെടുന്നതോടുകൂടി അവർ ഒറ്റപ്പെടുന്നൊരവസ്ഥയെത്തുന്നു. മക്കൾ തങ്ങളോടൊപ്പം വരണമെന്ന് ക്ഷണിച്ചുവെങ്കിൽ ആ ക്ഷണത്തിൽ ആത്മാർത്ഥമില്ലായിരുന്നു അവർ തിരിച്ചറിയുന്നു.
അതുപോലെ തന്നെ വിദേശത്ത് താമസിക്കുന്ന 2 ആൺമക്കളോടൊപ്പമോ ഇന്ത്യയിൽ തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന പെൺമക്കളോടൊപ്പമോ അവർ പോകാൻ തയ്യാറായില്ല. കാരണം മറ്റുള്ളവർക്കൊരു ബാധ്യതയാകരുത്, ആരുടെയും ആശ്രിതയാവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞു. ആ ഒരു തിരിച്ചറിവാണ് അവർ ഒറ്റയ്ക്ക് വന്ന് നാട്ടിൻ പുറത്തുനിന്ന് താമസിക്കാൻ തയ്യാറായത്. അപ്പം അത് കഴിഞ്ഞാൽ എന്താണ് സുധീറിനോടുള്ളവരുടെ അടുപ്പം. സുധീറിനെ കൊണ്ടുവന്ന് ഭർത്താവ് പരിചയപ്പെടുത്തിയ നാൾ മുതൽ ഇപ്പോൾ തന്നെ കാണാനായി നാട്ടിലെത്തിയപ്പോൾ വരെയുള്ള ആ സുധീറിനോടുള്ളവരുടെ മനോഭാവം, ആ ഒരു അടുപ്പം, അന്ന് ഭർത്താവ് പരിചയപ്പെടുത്തിയത് തന്നെ 5ാമത്തെ ഒരു കുട്ടി എന്ന നിലയിലാണ് പരിചയപ്പെടുത്തിയത്, ഒരു മകനെന്ന നിലയിലാണ്. അപ്പം ആ സ്നേഹബന്ധം അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ പ്രകടമായത് ഇപ്പോഴാണ്. സുധീറുമായുള്ള അടുപ്പം, കണ്ടുമുട്ടൽ, അവിടെ ഉണ്ടായ വികാരപരമായ ഇപ്പോഴത്തെ പെരുമാറ്റം, ഏറ്റവും ഒടുവിൽ സ്ത്രീയിൽ ജന്മസിദ്ധമായ ആ മാതൃത്വത്തിലേക്കുള്ള തിരിച്ചുപോക്ക്, ആ മാതൃത്വത്തിൻ്റെ വിശ്വരൂപം സ്വയം തിരിച്ചറിയുകയും അത് പ്രകടമാക്കുകയും ഇങ്ങനെ താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ എന്ന അമ്മയായി മാറുകയും ചെയ്യുന്ന അവരുടെ ജീവിത കഥ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ വെച്ചുകൊണ്ട് നമുക്കത് ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. അപ്പം അത് വിശദമായൊരു ചെറിയ ആമുഖം. അതിനുശേഷം നമ്മുടെ ഈ പറഞ്ഞ പോയിന്റുകളെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീത്വത്തിൻ്റെ വിശ്വരൂപമാണ് കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിലെ ഉപന്യാസ ചോദ്യമായി ഉത്തരം നിങ്ങൾ എഴുതണം. അപ്പോൾ അത് എഴുതുന്നതോടുകൂടി നിങ്ങൾക്ക് പാഠഭാഗം പൂർണ്ണമായും മറ്റു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വന്നാലും എഴുതാൻ കഴിയുന്ന ഒരവസ്ഥയിലാണ്. നമുക്കിതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. ഇപ്പം ജീവിതത്തെക്കുറിച്ചുള്ള സുധീറിൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ്. നമുക്ക് പലപ്പോഴും അങ്ങനെ മാറേണ്ടി വരും. നമ്മൾക്ക് എപ്പോഴും ഒരേ രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന വരില്ല. ഇപ്പം ജീവിതം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ പല ഘട്ടങ്ങളാണല്ലോ, ഘട്ടങ്ങളാണ്. അതായത് ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ വ്യത്യസ്തമായ അവസ്ഥയിലാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലായിടത്തും ഒരേ അവസ്ഥയിലല്ല നമുക്ക് പെരുമാറേണ്ടി വരുന്നത്. നമുക്ക് സ്കൂളിലും വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ അത് കാരണം മനുഷ്യന് മാത്രം കഴിയുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. കാരണം മന്നം ചെയ്യുന്നവനാണല്ലോ മനുഷ്യൻ, വിശേഷ ബുദ്ധിയുള്ളവനാണല്ലോ മനുഷ്യൻ. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും അതില്ല, ഭൂഗത്ത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച്, പരിതസ്ഥിതികൾക്കനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്താൻ, പരിവർത്തനം വരുത്താൻ മനുഷ്യന് കഴിയണം. അത് കഴിയും. എന്നാൽ അടിസ്ഥാനപരമായ നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ കടമകൾ, ഉത്തരവാദിത്വങ്ങൾ, അത് നമ്മൾ വിസ്മരിക്കാനും പാടില്ല. ഒരമ്മ, അതായത് ഒരു സ്ത്രീ അമ്മയായാൽ, അതായത് എവിടെ താമസിച്ചിരുന്നാലും അമ്മ തന്നെയാണ്. അമ്മ ചെയ്യേണ്ട പ്രവർത്തികൾ അതൊന്നു തന്നെയാണ്, നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊന്നും തന്നെയാണ്. എന്നാൽ ഒരു യുവതി തൻ്റെ വീട്ടിൽ കഴിയുന്നതും വിവാഹാനന്തരം കഴിയുന്നതും തമ്മിൽ വ്യത്യസ്തമാകും. അപ്പോൾ ആ പരിസ്ഥിതി അനുസരിച്ച് യുവതി മാറേണ്ടി വരും. പുരുഷനും എല്ലാം അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ നാം കഴിയുന്ന കാലം, അതുപോലെ നാം കഴിയുന്ന ആ ദേശം, ഇതിനൊക്കെ അനുസരിച്ച് ജീവിതം രൂപപ്പെടുത്തേണ്ടി വരും. അങ്ങനെ രൂപപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, മൂല്യങ്ങൾ, മറ്റ് സാംസ്കാരികപരമായിട്ടുള്ള ആ കാത്തു സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ നാം നമ്മുടെ പെരുമാറ്റത്തിൽ നാം സ്വീകരിക്കേണ്ട ആ ഘടകങ്ങൾ നഷ്ടപ്പെടാതെ ജീവിതം മാറേണ്ടി വരും. ഈ അഭിപ്രായത്തെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്ന മാഡം, ഇന്ത്യ എത്ര നല്ല നാടാണ്. വൃദ്ധൻ്റെ വാക്കോടുള്ള പ്രതികരണം. അപ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ളവർ എന്നും വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു നാടാണ് നമ്മുടെ ഭാരതം.
ഭാരതത്തിൻ്റെ ഉയർന്ന സംസ്കാരം, ആ സംസ്കാര മൂല്യങ്ങളെ നിലനിർത്തുന്നതിൽ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നാം പുലർത്തുന്നതായ സവിശേഷതകൾ, നമ്മുടെ നാട് തന്നെ നിരവധിയായ സംസ്കാരങ്ങളുടെ ഒരു ഉൾച്ചേർന്നത. നിരവധിയായ വൈദേശിക സംസ്കാരങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ സംസ്കാരവുമായി ലയിച്ച് ചേർന്ന് ഇങ്ങനെ എന്തിനെ ഉൾക്കൊള്ളുന്നു, ഏതൊന്നിനെയും ഉൾക്കൊള്ളാനും അതിൻ്റെ സത്തയെ ആഗിരണം ചെയ്ത് കൂടെ കൊണ്ടുപോകാനുമുള്ള ഒരു പ്രത്യേക വൈഭവം ഭാരതീയ സംസ്കാരത്തിൻ്റെത് മാത്രം. അന്യോന്യം ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്ന ഒരു രീതിയാണ്. അവിടെ ആ വ്യക്തി, ആ പാർക്കിൽ വന്നിരിക്കാറുണ്ടായിരുന്ന ആ വൃദ്ധൻ മിസ്സിസ് സ്ഥലത്തിനോട് ഭാരതത്തിലെ ഓരോ വ്യക്തിയും തങ്ങളുടെ അച്ഛനമ്മമാർ ദൈവത്തെ പോലെ കാണുന്നു, ഇന്ത്യ അത്ര നല്ല നാടാണ് എന്ന വാക്കുകൾ തീർച്ചയായും പുറം രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഈ സാംസ്കാരിക മൂല്യത്തെയും ഇത്തരം പരസ്പര ബന്ധങ്ങളെയും ഒക്കെ ആദരിക്കുന്നതിൻ്റെ തെളിവാണ്. നമുക്കറിയാം, ഇന്നും ലോകത്ത് എല്ലാ രാജ്യവും ഇന്ത്യയെ ആ നിലയിൽ തന്നെയാണ് കാണുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് പറയാം. ലോകത്ത് ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന നാടാണ് നമ്മുടെ. വളരെ പ്രാചീനമായ സംസ്കാരങ്ങളിൽ ഒന്ന് നമ്മുടെ സംസ്കാരവുമായ സിന്ധു നദീ സംസ്കാരമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെയേറെ മൂല്യങ്ങൾ ഉള്ള മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു നാടാണ്. അതിൽ നമ്മൾക്കും ചെയ്യാൻ പറ്റും. രാവിലെന്നുണരുമ്പോൾ അമ്മയ്ക്ക് കൈനീളുന്നു, പൂവുടൽ ഏതോ തൊട്ടു തടവാൻ തഴുകുവാൻ, ഏറെ നാളായി കുനുകുന്തള ചുരുൾ ചാർത്താർന്നോരിളം ശിരസ്സു തന്മാർ ചേർന്നിട്ടെന്നാകിലും. അപ്പോൾ മനോഹരമായ തലമുടി ചാർത്തോടു കൂടിയ ഇളം ശിരസ് തൻ്റെ മാറോട് ചേർന്നിട്ടാണ് ശയിക്കുന്നതെങ്കിലും പ്രഭാതത്തിൽ ഉണരുമ്പോൾ തൻ്റെ കൈ ആ കുട്ടിയുടെ ഉടൽ തലോടാനും തഴുകുവാനായി വീണുകയാണ്. അപ്പം എത്ര തന്നെ ചേർത്ത് കിടത്തിയാലും, എത്ര തന്നെ തലോടിയാലും, എത്ര തന്നെ സ്നേഹം പങ്കുവച്ചാൽ തൻ്റെ കുട്ടിയോടുള്ള സ്നേഹവാത്സല്യാധിക്യം അമ്മയിൽ കുറവ് വരില്ല. എപ്പോഴും അത് പ്രകടമാക്കാൻ അമ്മയുടെ കൈ, നീളും ശരീരം അതിനു വേണ്ടി കൊതിക്കും എന്ന കാര്യത്തിൽ സംശയം. നമ്മൾ കൊച്ചുകുട്ടികളെയൊക്കെ എടുക്കുന്നവരായിരിക്കും. നമ്മൾ രാവിലെ എടുത്ത് കുട്ടിയെ ഉച്ചയ്ക്ക് കണ്ടാൽ, ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ രാവിലെ എടുത്താൽ എന്ന നിലയിലും മാറ്റി നിർത്തില്ല. അല്ലെങ്കിൽ രാവിലെ മൊത്തം കൊടുത്താലേ, അതുകൊണ്ട് ഉച്ച മൊത്തം കൊടുക്കുക, അല്ലെങ്കിൽ തലോടിയല്ലേ. നമ്മൾ എത്ര തന്നെ അത് ചെയ്താലും അത് ആവർത്തിക്കും. അപ്പോൾ ഒരു മാതൃഭാവം, പ്രത്യേകിച്ച് അമ്മയുടെ കാര്യം. അപ്പോൾ ഈ വരികളിൽ, ബാലവാണി അമ്മയുടെ വരികളിൽ ആവിഷ്കരിച്ച മാതൃഭാവം മിസ്സിസ് സ്ഥലത്ത് എന്ന കഥാപാത്രത്തിന് എത്രത്തോളം ഇണങ്ങുന്നുണ്ട് എന്നാണ് ഈ കഥ വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ. അപ്പോൾ മിസ്സിസ് സ്ഥലത്ത് എന്ന വ്യക്തി ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന തൻ്റെ കൂടലിൽ തൊട്ട് തലോടാനും തഴുകുവാനുമൊക്കെയുള്ള അമ്മയുടെ വ്യഗ്രത, അത് മിസ്സിസ് സ്ഥലത്ത് എന്ന കഥാപാത്രത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ വളരെ വിശദമാക്കി ഇപ്പോൾ തന്നെ ശ്രീത്വൻ്റെ വിശ്വരൂപ എന്ന നിലയിൽ അത് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. നമുക്കറിയാം, സാധാരണ ഒരമ്മ ചെയ്യേണ്ടുന്നതായ കർത്തവ്യങ്ങൾ, കടമകൾ, ഉത്തരവാദിത്വങ്ങൾ അവർ തൻ്റെ മക്കളോടൊപ്പം അത് പുലർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചു. പ്രാഥമികമായി ചെയ്യേണ്ടുന്ന മുലയൂട്ടൽ കർമ്മവും കുളിപ്പിക്കലോ തൊട്ടിലേക്കെടുത്ത് താരാട്ടുപാട്ടലോ തന്നോടൊപ്പം കൂടെ വളർത്തുകയോ ലാളിക്കുകയോ ശാസിക്കുകയോ ഒന്നും ആ ഒരു അമ്മയുടെ കടമ അവർ നിർവഹിക്കപ്പെട്ടിട്ടില്ല. ബോർഡിങ്ങുകളിലും ഹോസ്റ്റലുകളിലും വളർന്ന കുട്ടികളാണ്. വരുമ്പോൾ വല്ലപ്പോഴും
ഒരു ബൊമ്മയെ ഉമ്മ വയ്ക്കുന്നത് പോലെ പകർന്നു നൽകുന്ന കേവലമായ സ്നേഹപ്രകടനം. മറിച്ച് അവരെപ്പോഴും ശ്രദ്ധിച്ചിരുന്നത് തന്നെ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി രൂപപ്പെടുത്തിയതായ വ്യക്തി. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ആ ഭർത്താവിന് വേണ്ടി രൂപപ്പെടുത്തിയെടുത്തത് അദ്ദേഹത്തിനൊരു കുറവും വരാതെ ആ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് അനുസൃതമായി അവർ നയിച്ചിരുന്ന ആ പ്രൗഢമായ ജീവിത രീതി. എന്നാൽ പിന്നീട് അതെല്ലാം തിരിച്ചറിയുന്നു. ആ തിരിച്ചറിയുമ്പോൾ അവരിലേക്ക് വന്ന ആ മാറ്റം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് വളരെ വിശദമായി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. നമുക്ക് 5-ാമതൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു, ഒരു മകൻ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇവൻ കുറച്ചുനാൾ നമ്മോട് കൂടി താമസിക്കും. ഇങ്ങനെ പറയാണ്ടവർക്ക് തലത്തിനെ പ്രേരിപ്പിച്ച ജീവിത പശ്ചാത്തലം എന്താവാം. അപ്പോൾ ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാര്യമാണ്. കാരണം തൻ്റെ മക്കളെ പരിചരിക്കാത്തത് കൊണ്ട് മക്കൾ തന്നിൽ നിന്ന് അകന്നുപോയി, മക്കൾ തങ്ങളോടൊപ്പം ഇല്ല. ആ പശ്ചാത്തലത്തിലാണ് സെക്രട്ടറിയായി ഡോക്ടർ തലത്ത് സുധീറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ സുധീർ തങ്ങളോടൊപ്പം ഉണ്ടാകും, മക്കൾ പോയാലും എന്ന അർത്ഥത്തിൽ അത് പറയുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ അകന്നു പോയത് കുട്ടികളുടേതായ കുഴപ്പം കൊണ്ടല്ല, എന്താണ് കുട്ടികളെ അടുത്ത് നിർത്താത്തത് കൊണ്ട് വന്ന അവസ്ഥയാണ് എന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. മക്കൾക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടിയിരുന്നത്, എങ്ങനെയാണ് അവരെ പരിപാലിക്കേണ്ടിയിരുന്നത് എന്ന തിരിച്ചറിവ് അല്ലെങ്കിൽ എന്ന ആ ഒരു ചിന്ത തന്നിൽ അന്നുണ്ടായിരുന്നില്ല. ഭർത്താവിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചു. അതുകൊണ്ട് കുട്ടികളെ അകറ്റി നിർത്തേണ്ടി വരും. അപ്പോൾ അവർ തങ്ങളോടൊപ്പം നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത അതിപ്പോൾ തിരിച്ചറിയുക. അന്ന് കുട്ടികൾ തങ്ങളോടൊപ്പം, അത് കുട്ടികളിൽ നിന്ന് തനിക്ക് കിട്ടേണ്ട, സ്വന്തം മക്കളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവാത്സല്യങ്ങൾ അന്ന് കിട്ടിയതുമില്ല. ആ പശ്ചാത്തലത്തിലാണ് സുധീർ തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന നിലയിൽ മിസ്റ്റർ സ്ഥലത്തിനെ പരിചയപ്പെടുത്തുന്നത്. സെക്രട്ടറിയായി അവർ നിയമിക്കുന്നു. ഈ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയും. സ്വന്തം മക്കൾ തേടി വന്നില്ല എങ്കിലും അന്ന് സ്ഥലത്ത് പറഞ്ഞ വാക്കിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ തൻ്റെ അമ്മയെന്ന പോലെ സുധീർ കാണാൻ വരികയും ചെയ്തു. അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ അത് വിശദീകരിച്ച് പറഞ്ഞു. ഇനി മാഡം തലത്തിനെ പറ്റി അയാൾ ഓർത്തുപോയി, അയാൾ അവിടെ നിന്ന് പോയി. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടത് സവിശേഷങ്ങൾ വിശദമാക്കുക. അതാണ് ചില ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓർത്തുപോയി, നിന്ന് പോയി, അവിടെ അടി വരയിട്ടുണ്ട്. എന്താണ് ഇതെന്നുള്ളതാണ് ശ്രദ്ധിക്കണം. ഒരു ക്രിയയ്ക്ക് പരമായി അല്ലെങ്കിൽ ഒരു ക്രിയയ്ക്ക് ശേഷം ഉപയോഗിക്കുന്ന മറ്റൊരു ക്രിയ, ഒരു ക്രിയയ്ക്ക് പരമായി ഉപയോഗിക്കുന്ന മറ്റൊരു ക്രിയ, അതിന് പറയുന്ന പേര് അനുപ്രയോഗമെന്ന്. അനുപ്രയോഗം. അപ്പോൾ ഈ അനുപ്രയോഗത്തിന് സാമാന്യ അർത്ഥം ഉണ്ടാകില്ല. രണ്ടാമത്തെ ക്രിയ, ക്രിയയ്ക്ക് പരമായി പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ സാമാന്യമായ അർത്ഥം അതിനുണ്ടായില്ല. അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നു. ആദ്യ ക്രിയയുടെ അർത്ഥത്തെ അത് പരിപോഷിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അർത്ഥത്തിന് ചില വിശേഷ, ആ ക്രിയയ്ക്ക് ചില വിശേഷ അർത്ഥം കൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആദ്യത്തെ ക്രിയയെ പ്രയോഗമെന്നും രണ്ടാമത്തെ ഈ പ്രയോഗത്തെ അനുപ്രയോഗമെന്നും പറയും. ഇപ്പോൾ ഒരു ക്രിയയ്ക്ക് ശേഷം ഉപയോഗിക്കുന്ന മറ്റൊരു ക്രിയ അത് അനുപ്രയോഗമാണ്. അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. ഈ ക്രിയയുടെ പ്രയോഗത്തിൻ്റെ അർത്ഥത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, വെല്ലുപ്പിക്കാൻ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ അല്ലേ, അയാൾ ഓർത്തു എന്ന് പറഞ്ഞാൽ പോരെ. അപ്പം ഓർത്തു എന്നതിനെ അയാൾ ഓർത്തു, അതായത് അത് പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ പ്രതീക്ഷമായി അയാളുടെ മനസ്സിലേക്ക് അത് കടന്നു വന്നു എന്ന് സൂചിപ്പിക്കാൻ ഓർത്തു. എന്നാൽ രണ്ടാമത് അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ പോയി, അവിടെ നിന്ന് പോയി, അത് പോയെന്നാണ് ക്രിയ. ഇപ്പം രണ്ടും അർത്ഥമാണ്. ആദ്യത്തേത് അനുപ്രയോഗമാണ്, രണ്ടാമത്തേത് പോയി എന്നുള്ളത്. പക്ഷെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്ന് മതിയല്ലോ, പിന്നെ പോയി എന്ന് വേണ്ട. അപ്പോൾ അത് ഇത് വരും. അതുപോലെ ചില പ്രയോഗങ്ങളുണ്ട്. ഇപ്പം നമ്മൾ അപേക്ഷിച്ചു, ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അപേക്ഷിച്ചു കൊള്ളുന്നു, പോലെ കൊന്നു കളഞ്ഞു. അപ്പം ഇങ്ങനെ ചില പ്രയോഗങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ഇത്തരത്തിൽ പ്രയോഗിക്കുന്നതിനെയാണ് അനുപ്രയോഗം എന്ന് പറയുന്നത്. ഓടിക്കളഞ്ഞു എന്ന് പറയാല്ലേ, കള്ളം ഓടിക്കളഞ്ഞു, അതുപോലെ തന്നെ മറന്നുപോയി. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കും ആണ്. അപ്പോൾ ഇവിടെ
അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പാഠം പഠിച്ചതിന് ശേഷം ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ സംശയമുണ്ടെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് ആ സംശയം ചോദിക്കാമെന്ന് നിർദ്ദേശം തന്നിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ക്ലാസ് ഇവിടെ, ഈ പാഠഭാഗം ബന്ധപ്പെട്ട ക്ലാസ് ഇവിടെ അവസാനിക്കുക.